ഭാരത് സർക്കാരിൻ്റെ 2027 സെൻസസിൽ സെൽഫ് എന്യൂമറേഷൻ വഴി എങ്ങനെയാണ് വിവരങ്ങൾ സ്വയം സമർപ്പിക്കേണ്ടത് എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാനിത് ചെയ്യുന്നത് മൊബൈലിലാണ്. അപ്പോൾ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നമുക്ക് ചെയ്യാം. ഗൂഗിൾ ക്രോം എടുത്ത് അതിൽ se.census.gov.in എന്ന വെബ്സൈറ്റിൽ ഞാൻ എൻ്റർ ചെയ്യാണ്. അപ്പോൾ ആ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ പേജ് നമുക്ക് വരും. ആ പേജിൽ നമുക്ക് സംസ്ഥാനം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. സെലക്ട് സ്റ്റേറ്റ് അതാണ് ആദ്യം കൊടുക്കേണ്ടത്. ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ നിലവിൽ താമസിക്കുന്ന സ്ഥലം, അതാണ് ജോലി സംബന്ധമായി മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ അവിടെയാണ് സ്റ്റേറ്റ് സെലക്ട് ചെയ്യേണ്ടത്. സ്ഥിരമായി നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെയാണ്, അല്ലാതെ നമ്മുടെ പെർമനൻറ്റ് വീട്ട് അഡ്രസ്സ് അല്ല കൊടുക്കേണ്ടത്, താമസിക്കുന്ന സ്ഥലത്തെ ഡീറ്റെയിൽസാണ്. അപ്പോൾ നമ്മൾ സംസ്ഥാനം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ സംസ്ഥാനം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ഞാൻ അത് കേരള സെലക്ട് ചെയ്തു. ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത്. പിന്നീട് നമുക്ക് ക്യാപ്ച എൻ്റർ ചെയ്യാൻ പറയും. അതിൽ GXTUXX അതിൽ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ നോക്കി അതുപോലെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. തെറ്റാതെ നമ്മളത് എൻ്റർ ചെയ്യുന്നു. സ്മോൾ ലെറ്റർ ആയിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ വരും. അത് നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മളോട് നമ്മുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കാൻ പറയുന്നത്. ആദ്യം നമ്മളോട് പറയുന്നത് വീട്ടുടമസ്ഥൻ്റെ അല്ലെങ്കിൽ ഉടമസ്ഥയുടെ പേര് ആണ് ചോദിക്കുന്നത്. അത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയോ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥയുടെ പേര്. അപ്പോൾ അത് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് പിന്നീട് നമുക്ക് മാറ്റാൻ കഴിയില്ല. അതാണത് പിന്നീട് മാറ്റാൻ കഴിയില്ല എന്നൊരു മെസ്സേജ് നമുക്ക് വരും. അപ്പോൾ ഞാനവിടെ എൻ്റെ പേര് ഞാനവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് എൻ്റർ ചെയ്തത്. പിന്നീട് നമ്മളോട് മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. നമ്മുടെ 10 അക്ക മൊബൈൽ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു നമ്പർ ഒരു തവണ മാത്രമേ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുടുംബത്തിന് ഒരു തവണയാണ് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നത്. ആ കുടുംബത്തിലെ എല്ലാ വിവരങ്ങളും ഒരൊറ്റ തവണയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച മൊബൈൽ നമ്പർ പിന്നീട് മറ്റൊരു കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിന് താഴെ ഇമെയിൽ നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരും. ആ OTP നമ്മൾ മുകളിൽ നിന്ന് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ അത് നോക്കി ആ മെസ്സേജിൽ നമ്മൾക്ക് നോക്കിയ ശേഷം അത് അതേപോലെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവിടെ മെസ്സേജിൽ അത് വന്ന് കിടക്കുന്നുണ്ട്. ആ മെസ്സേജിൽ നിന്ന് നമ്മളത് നോക്കിയെടുത്ത് അതുപോലെ തന്നെ നമ്മളതിനവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മൊബൈലിലാണിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. എൻ്റർ ചെയ്ത ശേഷം ഞാൻ അടിച്ചതിൽ ചെറിയൊരു തെറ്റ് വന്നു. അപ്പോൾ എറർ കാണിച്ചു. വീണ്ടും ഞാനത് ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട് അതിനെ അവിടെ ഭാഷ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അതാണ് പറ്റിയ അബദ്ധം. ഭാഷ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാഷ നമുക്ക് മാറ്റാൻ കഴിയില്ല പിന്നീട്. അപ്പോൾ ഭാഷ മാറിപ്പോകരുത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ ഏതായാലും അത് സെലക്ട് ചെയ്യുക. അത് മാറാതെ അത് ചെയ്യണം. പിന്നീട് അത് തിരുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ വീട്ടുടമസ്ഥൻ്റെ പേരും പിന്നീട് നമുക്ക് തിരുത്താൻ കഴിയില്ല. ഇനി നമ്മളെ വീടിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അപ്പോൾ നമുക്കൊരു മാപ്പ് കാണിക്കും. ആ മാപ്പിൽ നമ്മുടെ വീടിൻ്റെ യഥാർത്ഥ ലൊക്കേഷനിൽ ആ ഒരു ചുവന്ന മാർക്ക് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നമ്മളെ വീടിൻ്റെ ഏകദേശം കിട്ടാൻ വേണ്ടി, സ്ഥലം കിട്ടാൻ വേണ്ടി നമ്മുടെ ജില്ല നമ്മൾ സെലക്ട് ചെയ്യണം. ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിൻകോഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. അതിൻ്റെ താഴെ പിൻകോഡുണ്ട്. സംസ്ഥാനം മുകളിൽ നേരത്തെ സെലക്ട് ചെയ്തതുകൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. ജില്ലയും നമ്മുടെ പിൻകോഡും നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം തിരയുക എന്നൊരു, അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം, ഈ പിൻകോഡിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം കൂടെ അവിടെ അടിച്ചു കൊടുത്ത് ഏകദേശം ഞാൻ അതിൻ്റെ ഒരു ലൊക്കേഷൻ അവിടെ വരുന്നതിൽ, അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ സ്ഥലത്തിൻ്റെ പേരവിടെ കാണിക്കും. ചിലപ്പോൾ നമ്മൾ ലാൻഡ്മാർക്ക് സ്കൂളോ അല്ലെങ്കിൽ പള്ളിയോ അമ്പലമോ ഒക്കെ കാണിക്കും. അവിടെ നമ്മൾ ഏറെക്കുറെ നമുക്ക് ആ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളോട് അതിൻ്റെ ആ ഗൂഗിൾ മാപ്പിൽ നമ്മൾക്ക് നമ്മുടെ വീടിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് ആ ചുവന്നൊരു മാർക്കുള്ളത് നമുക്ക് ഈ മാപ്പ് ഇങ്ങനെ കൈകൊണ്ട് വിരലുപയോഗിച്ച് വലുതാക്കാനും സൈഡിലേക്ക് നീക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വളരെ അടുത്താവണമെന്നില്ല ആദ്യം കാണിക്കുന്നത്. നമുക്ക് ഏകദേശം കുറച്ച് അപ്പുറം ഈ മാപ്പ് നമുക്കിങ്ങനെ കൈകൊണ്ട് നീക്കി
അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് മാപ്പ് വലുതാക്കാനും ഒക്കെ സാധിക്കും. മാപ്പ് നമ്മൾ കൃത്യമായ സ്ഥലത്ത് ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അത് താങ്കളുടെ സ്ഥലം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, തുടരണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ തുടരണം, വേണമെന്ന് കൊടുത്താൽ നമ്മുടെ ബാക്കി വിശദവിവരങ്ങളാണ് നമ്മളോട് പിന്നീട് ചോദിക്കുക. പിന്നീട് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. സെൻസസ് വീടിൻ്റെ, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചിട്ടാണ്. ആദ്യത്തെ ചോദ്യം സെൻസസ് വീടിൻ്റെ നിലത്തിന് ഉപയോഗിച്ച സാമഗ്രി ഏതാണെന്നാണ്. അപ്പോൾ മണ്ണ്, മരം, ചുട്ട ഇഷ്ടിക ഇത്തരം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആണെങ്കിൽ മറ്റുള്ളവ കൊടുക്കാം. മൊസൈക്ക് ടൈൽസ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുത്തത്. എൻ്റെ ടൈലാണ് എൻ്റെ വീട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൈൽസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അടുത്തത് ചുമരിന് ഉപയോഗിച്ചത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കല്ല് പടുത്ത കല്ലാണെങ്കിൽ നമുക്ക് സിമൻറ്റോ ചുണ്ണാമ്പോ ചാന്തോ പൂശിയ കല്ല് എന്നത് തിരഞ്ഞെടുക്കാം. പൂശുക എന്നത് ഉദ്ദേശിച്ചത് പ്ലാസ്റ്ററിങ് അല്ല, പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, തേച്ചിട്ടില്ലെങ്കിലും സിമൻറ്റ് ഉപയോഗിച്ച് പടുത്തതാണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതിൻ്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ചത് എന്താണെന്നാണ്. അതിൽ ഓട്, അതുപോലെ കല്ല്, സ്ലേറ്റ്. ഇപ്പോൾ പലപ്പോഴും ഇന്ത്യയിൽ മറ്റുള്ള പ്രദേശങ്ങളിലുള്ള ഓപ്ഷൻസ് കൂടെ ഇതിലുണ്ടായിരിക്കും. നമ്മളെ കേരളത്തിൽ കാണാത്ത ചില ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ കോൺക്രീറ്റാണ് സെലക്ട് ചെയ്തത്. കോൺക്രീറ്റ് സെലക്ട് ചെയ്തിട്ട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ അവസ്ഥ എന്താണെന്നാണ്. എന്ന് വെച്ചാൽ നല്ല മെച്ചപ്പെട്ട വീടാണോ അതോ കുറച്ച് പഴകിയ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാം, കുറച്ച് കാലത്തിനുള്ളിൽ പുതുക്കി പണിയണം എന്നുള്ളതാണെങ്കിൽ അത് വളരെ മോശമായ അവസ്ഥയാണെങ്കിൽ അത് കൊടുക്കണം. അടുത്ത ചോദ്യങ്ങൾ ഈ കുടുംബത്തിൽ താമസിക്കുന്നവരുടെ എണ്ണമാണ്. ഞാൻ 4 എന്ന് കൊടുത്തു. കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ പേര് നേരത്തെ കൊടുത്തത് അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ മലയാളം കൂടെ ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. മലയാളമല്ല, നമ്മൾ ഏത് ഭാഷയാണോ തിരഞ്ഞെടുത്ത ഭാഷയിൽ കൂടെ ഇവിടെ രേഖപ്പെടുത്തണം. അത് നമുക്കൊന്നിലും മലയാളം ടൈപ്പിംഗ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഭാഷ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഭാഷ ടൈപ്പ് ചെയ്യാനുള്ളത് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ സൗകര്യം വേണം. അപ്പോൾ ആ ഭാഷയിൽ തന്നെ വേണം നമുക്ക്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അടിച്ചു കൊടുത്ത് ഞാൻ അത് മലയാളം ആവുന്ന സോഫ്റ്റ്വെയർ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അത് ടൈപ്പ് ചെയ്തു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാദേശിക ഭാഷയിൽ കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ പേര് അവിടെ വരുന്നതാണ്. അതിനുശേഷം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ ഏത് ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ്. അത് ആണെന്ന് സെലക്ട് ചെയ്തു. ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ അവിടെ ഉണ്ട്. പിന്നെ കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആണെങ്കിൽ അത് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർ സെലക്ട് ചെയ്യണം. ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരു പക്ഷേ മറ്റൊരു സംസ്ഥാനത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടാലും ഈ സംസ്ഥാനത്ത് പട്ടികജാതി വിഭാഗത്തിൽ പെടണമെന്നില്ല. അപ്പോൾ എവിടെയാണോ നമ്മൾ സംസ്ഥാനം കൊടുത്ത് പൂരിപ്പിക്കുന്നത്, എവിടെയാണോ എന്യൂമറേഷൻ നടത്തുന്നത്, ആ സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിൽ പെടണം. അതിനാണ് അവിടെ ലിസ്റ്റ് നോക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അടുത്തതായി സ്വന്തമായിട്ടാണോ വീട് എന്നുള്ളതൊരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. താമസിക്കാനുള്ള മുറികളുടെ എണ്ണം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ താമസിക്കാനുള്ള മുറികളുടെ എണ്ണം നമ്മൾ കൊടുക്കുമ്പോൾ അത് അടുക്കളയും ടോയ്ലറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഹോളും അതേപോലെ തന്നെ കിടപ്പുമുറികളും ഉൾപ്പെടുത്താം. അത് ഞാൻ 5 എന്ന് കൊടുത്തു. പിന്നെ എത്ര ദമ്പതിമാരുണ്ട് എന്നുള്ളതാണ്. ഫാമിലി, ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ 1 കൊടുത്തു. തുടരണോ എന്ന് ചോദിക്കുമ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോകാം, വേണമെന്ന് കൊടുത്താൽ. കുടുംബത്തിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് വെള്ളത്തിൻ്റെ സ്രോതസ്സ്, ആ പൈപ്പ് വെള്ളമാണോ അത് ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളമാണോ കിണറാണോ, അപ്പോൾ ഞാൻ കിണർ എന്ന് കൊടുത്തു. മറ്റ് ഒരുപാട് ഓപ്ഷൻസ് അതിൽ കാണുന്നുണ്ട്. നമുക്ക് ഏതാണോ അനുയോജ്യം അത് നമ്മൾ നോക്കി നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ്. കുടിവെള്ള സ്രോതസ്സിൻ്റെ ലഭ്യത എന്നുവെച്ചാൽ വീട്ടിൻ്റെ നമ്മുടെ കോമ്പൗണ്ടിനകത്താണെങ്കിൽ പരിസരത്ത് നിന്ന് കൊടുക്കാം. നമ്മൾ കോമ്പൗണ്ടിന് പുറത്ത് നമുക്ക് വെള്ളം ലഭിക്കുന്നതെങ്കിൽ പരിസരത്തിന് അടുത്ത് കൊടുക്കാം. ഇനി അതല്ല ഒരുപാട് ദൂരെയാണെങ്കിൽ നമുക്ക് ദൂരെ നിന്ന് കൊടുക്കാം. വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സ് അതിൽ വൈദ്യുതിയുണ്ട്, സോളാറുണ്ട്, മണ്ണെണ്ണയുണ്ട്. നമ്മൾ വിളക്ക് കത്തിക്കാൻ അല്ലെങ്കിൽ വെളിച്ചം കാണാൻ എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഓപ്ഷൻ. ഞാനത് വൈദ്യുതി സെലക്ട് ചെയ്തു. ചിലർക്ക് സൗരോർജ്ജം ഉണ്ടെങ്കിൽ കൂടുതൽ ഏതാണോ ഉപയോഗിക്കുന്നത് അത് നോക്കിയിട്ട് അവർക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കക്കൂസിൻ്റെ ലഭ്യതയാണ്. കക്കൂസ് ഉണ്ടേ ഇല്ല എന്ന് 2 ഓപ്ഷനിൽ കക്കൂസ് ഉണ്ടെങ്കിൽ തന്നെ അത് കുടുംബത്തിൻ്റെ മാത്രം ഉപയോഗത്തിനുള്ളതാണോ അത് വേറെ കുടുംബങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി അത് ഏതാണോ നമുക്ക് അനുയോജ്യമായിട്ട് തിരഞ്ഞെടുക്കാം. കക്കൂസിൻ്റെ തരം ചോദിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ക്ലോസറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള
കക്കൂസാണെങ്കിൽ ഫ്ലഷ് വെള്ളം ഒഴിച്ച് ഫ്ലഷൊക്കെ ചെയ്യുന്ന ഫ്ലഷ് ടാങ്ക് വേണമെന്നില്ല, വെള്ളം ഒഴിച്ചൊക്കെ ഫ്ലഷ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 ഏതെങ്കിലും ഒന്നാണ് വരുന്നത്. അത് സെപ്റ്റി ടാങ്ക് ഉണ്ടെങ്കിൽ സെപ്റ്റി ടാങ്ക് ഉണ്ടെന്ന് രീതിയിൽ സെലക്ട് ചെയ്യാം. ഇനി സെപ്റ്റി ടാങ്ക് അല്ലാതെ നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിട്ട് പഴയ രീതിയിൽ കല്ലുപയോഗിച്ച് വെള്ളമൊക്കെ വാർന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ ടാങ്ക് പണിതിട്ടുള്ളെങ്കിൽ അതിന് മറ്റ് സിസ്റ്റം എന്നതിൽ അത് കൊടുക്കാം. ഇനി നമ്മൾ പഴയ മോഡലുള്ളതാണെങ്കിലാണ് ഇരട്ടക്കുഴി കക്കൂസ്, ഒറ്റക്കുഴി കക്കൂസൊക്കെ വരുന്നത്. ഈ പുതിയ മോഡൽ ക്ലോസറ്റൊന്നും അല്ലാത്തത് അതാണ്. അല്ലെങ്കിൽ സർവീസ് കക്കൂസ് എന്ന് പറയുമ്പോൾ അത് മറ്റ് പല രീതിയിലാണ് നമ്മളതിനെ വിസർജ്യം ഒഴിവാക്കുന്നത്. ഇതിന് അഴുക്ക് വെള്ളം, നമ്മൾ പിന്നെ അടുക്കളയിലെ വെള്ളം, കുളിക്കുമ്പോഴുള്ള വെള്ളം, ഇതൊക്കെയാണ് അഴുക്ക് വെള്ളത്തിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾക്ക് ഒരു കുഴി കുഴിച്ച് അതിൽ ഒരു സ്ലാബൊക്കെ ഇട്ട് അതിലേക്ക് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാല് പോലെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡ്രെയിനേജ് എന്ന് കൊടുക്കാം. കുളിമുറി കുളിക്കാൻ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചോദ്യമുണ്ട്. അത് കുളിമുറി ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക. അടുക്കളയുടെ LPGയുടെയും സൗകര്യമാണ്. അപ്പോൾ LPG ഉണ്ടോ, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ഗ്യാസ് ഉണ്ടോ, അതാണ് PNG എന്ന് പറഞ്ഞാൽ പൈപ്പിലൂടെ ലഭിക്കുന്ന പൈപ്പ് ലൈൻ ഗ്യാസാണ്, നേച്ചുറൽ ഗ്യാസാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതെവിടെയാണ് പാചകം, നമ്മൾ വീടിനകത്ത് അടുക്കളയിലാണോ അതോ അടുക്കള ഇല്ലാതെ വീടിനുള്ളിൽ തന്നെയാണോ, ഇനി വീടിന് പുറത്താണോ പാചകം എന്ന 2-3-4 ഓപ്ഷനുള്ളിലാണത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ അടുക്കളയുണ്ട്, അടുക്കളയിൽ അകത്ത് തന്നെയാണ് പാചകവും നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യത്തെ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം, ഗ്യാസ് ഉണ്ടെങ്കിലും നമ്മൾ ഏതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നാണ്. വിറകാണെങ്കിൽ വിറക് കൊടുക്കാം. ഞാനവിടെ ഗ്യാസ് തന്നെ സെലക്ട് ചെയ്തു. അടുത്ത ഒരു പേജിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ കൈവശമുള്ള വസ്തുക്കൾ, ചില പ്രത്യേക വസ്തുക്കളെക്കുറിച്ച് മാത്രമാണ് ചോദ്യം. റേഡിയോ ഉണ്ടോ, ടെലിവിഷൻ ഉണ്ടോ, ലാപ്ടോപ്പ് ഉണ്ടോ, അങ്ങനെ ചില പ്രത്യേക വസ്തുക്കളെക്കുറിച്ച് മാത്രമാണ് ചോദ്യം. റേഡിയോ ഞാൻ ഉണ്ട് എന്നതിൽ തന്നെ പരമ്പരാഗത രീതിയിലുള്ളതാണുള്ളത്. ചിലപ്പോൾ മൊബൈലിലൊക്കെ റേഡിയോ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ കാറിൽ സ്റ്റീരിയോയിൽ കേൾക്കാറുണ്ട്. ഞാൻ പരമ്പരാഗത രീതിയിലുള്ള സെലക്ട് ചെയ്തു. ടെലിവിഷൻ ഉണ്ട്, അതിൽ തന്നെ കേബിൾ TV വഴിയാണ്. ഇനി ഡിഷ് TVയോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് സെലക്ട് ചെയ്യാം. ടെലിവിഷൻ ഇല്ല. ടെലിവിഷൻ ചാനലുകൾ ഉണ്ടോ എന്നതാണ് ചോദ്യത്തിന് അർത്ഥമാക്കുന്നത്. ടെലിവിഷൻ ഉണ്ടെങ്കിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവൂ. ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് മൊബൈലിലാണോ ലാപ്ടോപ്പിലാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് ഞാൻ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ്, അത് സെലക്ട് ചെയ്തു. അടുത്ത ചോദ്യം ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടോ എന്നതാണ്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് സെലക്ട് ചെയ്യുക. മൊബൈലുമായി ബന്ധപ്പെട്ട് ടെലിഫോൺ, അത് ലാൻഡ് ഫോൺ ഉണ്ടോ, മൊബൈൽ ഫോൺ ഉണ്ടോ, മൊബൈൽ ഫോണിൽ തന്നെ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ പഴയ മോഡൽ ഫോണോ ആണോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇനി രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും എന്ന് സെലക്ട് ചെയ്യാം. എനിക്ക് ലാൻഡ് ഫോൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്മാർട്ട് ഫോൺ മാത്രം സെലക്ട് ചെയ്തു. മറ്റൊന്ന് സ്കൂട്ടറോ അല്ലെങ്കിൽ സൈക്കിളോ ഉണ്ടോ എന്നാണ്. രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും എന്ന് കൊടുക്കാം. എനിക്ക് സ്കൂട്ടറും അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക്, മോപ്പഡൊക്കെ അതിൽ വന്നു. സൈക്കിളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് രണ്ടും എന്ന് സെലക്ട് ചെയ്തു. കാറ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനമുണ്ടോ, കുടുംബത്തിന് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഉദ്ദേശിക്കുന്നത്. ഓട്ടോറിക്ഷയൊന്നും അതിൽ പെടില്ല. 4 ചക്രമുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കാം. അവസാനത്തെ ചോദ്യമായിട്ട് നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം എന്താണ് എന്നാണ്. അപ്പോൾ ഗോതമ്പോ മൈദയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഉപയോഗിക്കുന്നത് അരിയാണ്. അപ്പോൾ അരി എന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ പൂരിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ കാണിച്ചു തരും. നമുക്ക് എന്തെങ്കിലും തിരുത്താനോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് തെറ്റായ വിവരമാണ് കൊടുത്തത് മാറ്റണമെങ്കിലോ നമുക്ക് ഇവിടെ അവസരമുണ്ട്. അതിന് മുമ്പായി നമുക്കെല്ലാം ഇതുപോലെ വായിച്ച് നോക്കാൻ പറ്റും. നമ്മുടെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്കിങ്ങനെ വായിച്ച് നോക്കാൻ പറ്റും. അങ്ങനെ വായിച്ചതിൻ്റെ അവസാനം വേണമെങ്കിൽ നമുക്ക് എഡിറ്റിലേക്ക് പോവുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ ചോദ്യങ്ങൾ ആദ്യം മുതൽ തുടങ്ങും. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത് മുതൽ ഇവിടെ ഞാൻ അതൊക്കെ ഒന്നും മാറ്റാതെ സേവ് ചെയ്ത് അടുത്തത് എന്നുള്ളത് കൊടുത്തു. ഓരോ പേജും ഓരോ സ്റ്റേജായിട്ടാണ് നമ്മൾ ചെയ്തത്. എല്ലായിടത്തും ഞാൻ അടുത്തതിലേക്ക് പോകാൻ വേണ്ടി കൊടുത്തു. ഞാൻ ഒന്നും മാറ്റാൻ നിന്നില്ല. വേണമെങ്കിൽ അത് മാറ്റാം. ഏത് ചോദ്യമാണോ മാറ്റേണ്ടത് അത് മാറ്റിയ ശേഷം അടുത്തതിലേക്ക് പോകാൻ പറഞ്ഞാൽ അവസാനത്തെ പേജ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ ഇതിൻ്റെ എല്ലാ ഉത്തരങ്ങളുടെയും നമ്മൾ പൂരിപ്പിച്ചതിൻ്റെ ഒരു പകർപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ആ പകർപ്പ് അതിൻ്റെ അവസാനം നമുക്ക് സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നൊരു പച്ച നിറത്തിലുള്ളൊരു ഇത് കാണാം. അല്ലെങ്കിൽ ഡ്രാഫ്റ്റായി സംരക്ഷിക്കുക, പിന്നീട് സമർപ്പിച്ചാൽ മതിയെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റായി സംരക്ഷിക്കുക എന്ന് കൊടുക്കാം. ഞാൻ സമർപ്പിക്കാൻ വേണ്ടി പച്ച നിറത്തിലുള്ള സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നത് കൊടുത്തു. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു
ഒരു നമ്പർ കിട്ടും, ഒരു എന്യൂമറേഷൻ കോഡ് കിട്ടും. അത് നമ്മൾ കൃത്യമായി എഴുതി സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. കാരണം അത് സൂക്ഷിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന സെൻസസിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ പ്രക്രിയ പൂർത്തിയാവൂ. അല്ലെങ്കിൽ നമ്മളിത് ചെയ്തു കഴിഞ്ഞാലും ഇത് സെൻസസിൻ്റെ ഡാറ്റയായി പരിഗണിക്കപ്പെടില്ല. ഇതിൻ്റെ തുടക്കത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജായും ഈ സെൽഫ് എന്യൂമറേഷൻ നമ്പർ ലഭിക്കും. അപ്പോൾ എല്ലാവരും ഈ ഭാരത് സർക്കാരിൻ്റെ സെൻസസ് നടപടിക്രമങ്ങളുമായി യോജിച്ച് സെൽഫ് എന്യൂമറേഷൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.